പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇപ്രകാരം ചേർന്ന് വരുവാൻ നമുക്ക് ഭാഗ്യമൊരുക്കി തന്ന നല്ലവനായ ദൈവത്തെ നമുക്ക് നന്ദിപൂർവ്വം സ്തോത്രം ചെയ്യാം. ഇന്ന് നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുമ്പോൾ ഒരു പ്രത്യേക ചിന്ത ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിന്ന് നാം പ്രാപിക്കുകയാണ്. മിശിഹായുടെ പീഡാസഹനങ്ങളുടെ ദിനങ്ങളിലൂടെ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ പീഡാസഹനങ്ങളുടെ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആളുകൾ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കഷ്ടതകൾ വരുന്നത് എന്ന. ഈ കഷ്ടതകൾ ഇങ്ങനെ ജീവിതത്തിൽ വരരുത് എന്നതാണ് എല്ലാവരുടെയും ആഗ്രഹം. എല്ലാവരും പ്രതീക്ഷിക്കുന്നതും എല്ലാവരും ദൈവത്തോട് ചോദിക്കുന്നതും എല്ലാവരും ആവശ്യപ്പെടുന്നതും പരീക്ഷകളില്ലാത്ത, പീഡകളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതമാണ്. എന്നാൽ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനത്തിൽ യാക്കോബ് ശ്ലീഹ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലനായ യാക്കോബ് എഴുതുന്നത്: പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം പ്രാപിക്കും. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിട്ടുള്ള ജീവകിരീടം അവന് കൊടുക്കും. കർത്താവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് പരീക്ഷകൾ സഹിച്ചുകൊണ്ടാണ് എന്ന് ഇവിടെ വ്യക്തമാണ്. ഈ വ്യക്തത നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. ഈ കഴിഞ്ഞ ദിവസം മംഗലാപുരത്ത് ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ആയിരുന്ന സമയത്ത് അവിടുത്തെ വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടറാണ് ഡോക്ടർ ജോ വർഗീസ്. അദ്ദേഹവുമായി സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം വളരെ ചിന്തനീയമായ ഒരു വാചകം ഇങ്ങനെ പറയുവാനിടയായി: ലോകത്തുള്ള സകല യൂണിവേഴ്സിറ്റികളിലും പരീക്ഷ കഴിഞ്ഞ് പാസ്സായ ശേഷമാണ് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ ആദ്യം സർട്ടിഫിക്കറ്റ് നൽകും, പിന്നെയാണ് പരീക്ഷ ജയിക്കേണ്ടത്, പരീക്ഷകൾ എഴുതേണ്ടത്. അതെന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു വാചകമായിരുന്നു പ്രിയപ്പെട്ടവരെ. സത്യമല്ലേ ഈ പറഞ്ഞത്? ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റികളിലും പരീക്ഷകൾ പാസ്സാകാതെ ഒരു സർട്ടിഫിക്കറ്റ് നൽകില്ല, ഒരു ബിരുദം നൽകില്ല. സ്വാഭാവികമായും അതിനുള്ള ഒരു സാധ്യതയുമില്ല. എന്നാൽ ദൈവത്തിൻ്റെ യൂണിവേഴ്സിറ്റി നേരെ തിരിച്ചാണ്. ആദ്യം സർട്ടിഫിക്കറ്റ് നൽകും, പിന്നെയാണ് ആ സർട്ടിഫിക്കറ്റിന് യോഗ്യതയുള്ള ആളാണെന്ന് തെളിയിക്കേണ്ടതിന് നിരന്തരമായി പരീക്ഷകൾ നേരിടേണ്ടി വരുന്നതും അത് പാസ്സാകേണ്ടി വരുന്നതും. അത് സംബന്ധിച്ച് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നീതിമാനായ ഇയ്യോബിൻ്റെ ജീവിതം. അതും ഡോക്ടർ പരാമർശിക്കുകയുണ്ടായി. ഇയ്യോബിൻ്റെ പുസ്തകം ആദ്യ അധ്യായത്തിൽ തന്നെ ദൈവം അവന് വലിയ ചില സർട്ടിഫിക്കറ്റുകൾ നൽകുന്നുണ്ട്. നിഷ്കളങ്കനാണ്, നീതിമാനാണ്, ദോഷം വിട്ടകലുന്നവനാണ്, ഈ തലമുറയിൽ ഏറ്റവും യോഗ്യനായ ഭക്തനായ ഒരു മനുഷ്യനാണ്. ഈ സർട്ടിഫിക്കറ്റ് ദൈവം ആദ്യമേ ഇയ്യോബിന് നൽകി. ഇനി ആ സർട്ടിഫിക്കറ്റിന് ഇയ്യോബ് അർഹനാണോ എന്ന് തെളിയിക്കേണ്ടത് ഇയ്യോബിൻ്റെ ബാധ്യതയാണ്. തുടർന്നുള്ള ജീവിതം പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ വന്നിടത്തോളം കഷ്ടത ലോകത്ത് മറ്റൊരു മനുഷ്യൻ്റെ ജീവിതത്തിലും വന്നിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് 10 മക്കളുണ്ടായിരുന്നു. 10 മക്കളും ഒരപകടത്തിൽ മരിച്ചുപോയി, അതും ഒരുമിച്ച്. മക്കൾ താമസിച്ചിരുന്ന വീടടക്കമാണ് അന്ന് തകർന്നു പോയത്. ആ മനുഷ്യൻ ഒറ്റപ്പെട്ടുപോയി. 10 മക്കളുണ്ടായിരുന്ന ഏതൊരപ്പനും 10 മക്കളെയും ഒരുമിച്ച് നഷ്ടപ്പെട്ടാൽ ആ മനുഷ്യൻ്റെ വ്യഥ എത്ര അവർണ്ണനീയമായിരിക്കും പ്രിയപ്പെട്ടവരെ. ആ ദിവസം തന്നെയാണ് അനർത്ഥങ്ങളുടെ പെരുമഴ പെയ്തത്. ഇയ്യോബിൻ്റെ ആടുമാടുകൾ മുഴുവൻ കൊള്ളയിട്ടു പോയി. ഇയ്യോബിൻ്റെ വസ്തുവകകൾ മുഴുവൻ കൊള്ളയിട്ടു പോയി. കൊയ്ത്തിന് പാകമായി കിടന്ന അവൻ്റെ വിളഭൂമി മുഴുവനും തീക്കിരയാവുകയോ അല്ലെങ്കിൽ മോഷ്ടിക്കപ്പെടുകയോ ചെയ്തു. അവൻ്റെ എണ്ണിയാൽ തീരാത്തിടത്തോളം ദാസന്മാർ മുഴുവനും വാളിൻ്റെ വായ്ത്തലയിൽ വെട്ടിക്കളഞ്ഞു. ഒരു ദിവസം പുലർന്നപ്പോൾ അവൻ ചക്രവർത്തിയായിരുന്നു, അസ്തമിച്ചപ്പോൾ അവൻ ദരിദ്രനായി.
നോക്കണം പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് പരീക്ഷകൾ നേരിടുകയാണ്. ഈ പരീക്ഷകൾ നേരിടുമ്പോൾ അവൻ താൻ നിഷ്കളങ്കനാണെന്ന് തെളിയിക്കണം, നീതിമാനാണെന്ന് തെളിയിക്കണം, ദോഷം വിട്ടകലുന്നവനാണെന്ന് തെളിയിക്കണം. അതിനുള്ള പരീക്ഷകളാണ് പിന്നെ ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നടക്കുന്നത് പ്രിയപ്പെട്ടവരെ. ആ പരീക്ഷകളിൽ ഇയ്യോബ് ഒരിക്കലും ദൈവത്തെ തള്ളിപ്പറയുന്നില്ല എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത്രത്തോളമൊക്കെ സംഭവിച്ചിട്ടും ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റിന് യോഗ്യനാണ് ഇയ്യോബെന്ന് അവൻ്റെ ജീവിത സാക്ഷ്യത്തിലൂടെ അവൻ തെളിയിച്ചപ്പോൾ വീണ്ടും അടുത്ത ഘട്ടം പരീക്ഷ തുടങ്ങുകയായി. അവൻ്റെ ശരീരത്തിൻ്റെ നെറുകന്തലം മുതൽ ഉള്ളങ്കാൽ വരെ പരുക്കളാൽ ബാധിച്ചു. പരുക്കളിൽ വലിയ വ്രണങ്ങളുണ്ടായി, അവിടെ പുഴുക്കൾ കൂടുകൂട്ടി. ദുർഗന്ധം കൊണ്ട് ആഹാരം കഴിപ്പാൻ പോലും കഴിയാതെ ഒരവസ്ഥയിൽ ഇയ്യോബായി. അപ്പോൾ ഇയ്യോബ് പരീക്ഷയുടെ ഏറ്റവും വലിയ കടക്കുകയാണ്. അത്രയും വലിയ പരീക്ഷ നേരിട്ടപ്പോഴും ഇയ്യോബിൻ്റെ നിലപാടിന് ഒരു മാറ്റവും ഉണ്ടായില്ല. ലഭിച്ച സർട്ടിഫിക്കറ്റിന് താൻ യോഗ്യനാണ് എന്ന് ഇയ്യോബ് അപ്പോഴും അടയാളപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഇയ്യോബ് പറഞ്ഞു വെച്ച വളരെ പ്രശസ്തമായ ഒരു വാക്കുണ്ട്. എൻ്റെ ശരീരം ഇങ്ങനെ പുഴുക്കൾ തിന്ന് ക്ഷയിച്ച് തീർന്നു പോയ ശേഷം ഒരു നാൾ ഞാൻ ദേഹസഹിതനായി എൻ്റെ ദൈവത്തെ കാണും. ദേഹരഹിതനായി എന്ന് ചില വേദപുസ്തക പരിഭാഷകളിൽ കാണുന്നത് തെറ്റാണ്. അത് പരിഭാഷയിൽ പറ്റിയ പിഴവാണ്. ദേഹസഹിതനായി ഞാൻ എൻ്റെ ദൈവത്തെ കാണും എന്ന് തന്നെയാണ് ഇയ്യോബ് പ്രഖ്യാപിച്ചത്. മറ്റൊരിക്കൽ ദൈവത്തെക്കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ഇയ്യോബ് പറയുന്നുണ്ട്, നിങ്ങൾ അവനെ കുറ്റപ്പെടുത്തരുത്. എൻ്റെ ദൈവം അവനെന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കും. ഇയ്യോബിൻ്റെ നിഷ്കളങ്കത, ഇയ്യോബിൻ്റെ വിശ്വാസ ദൃഢത, ഇയ്യോബിനെക്കുറിച്ച് ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റിലുള്ള ആ വലിയ വാല്യൂ അവൻ അവിടെയും തെളിയിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതം സർട്ടിഫിക്കറ്റ് ലഭിച്ച ജീവിതമാണ്. വിശുദ്ധ മാമോദീസയുടെ നാളിൽ ദൈവം നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നതാണ്. ഇവൻ എനിക്ക് കൊള്ളാവുന്നവനാണ്, ഇവളെനിക്ക് കൊള്ളാവുന്നവളാണ്, ഞാൻ ഇവളെ എൻ്റെ മകനായി, ഇവനെ എൻ്റെ മകനായി, ഇവളെ എൻ്റെ മകളായി സ്വീകരിക്കുന്നു, ഞാൻ ഈ ആളെ എൻ്റെ മണവാട്ടിയായി ഇപ്പോൾ അംഗീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു. വീണ്ടും കർത്താവ് പറയുന്നു, ഞാൻ എൻ്റെ മഹത്വ രാജ്യത്തിലെ പ്രജയായി ഈ വ്യക്തിയെ അംഗീകരിക്കുന്നു, എൻ്റെ ജീവപുസ്തകത്തിൽ ഞാൻ ഇവരുടെ പേരെ എഴുതി ചേർക്കുന്നു. സർട്ടിഫിക്കറ്റുകൾ എത്ര എണ്ണമാണ് എത്ര ബിരുദങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. വീണ്ടും ജനനത്തിലൂടെ പുത്രസ്വീകാര്യത്തിന് അർഹരാക്കി തീർത്ത് ദൈവിക പുത്രത്വം നൽകി അവൻ നമ്മെ സ്വീകരിച്ചതാണ്. നമുക്ക് അത്ര വലിയ പദവി നൽകിയതാണ്. ദൈവ മക്കൾ എന്നല്ലോ നമ്മുടെ പദവി. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അങ്ങനെയല്ലേ പറഞ്ഞു തുടങ്ങുന്നത്. കാൺമീൻ, നാം ദൈവത്തിൻ്റെ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ആമേൻ, നാം ദൈവ മക്കൾ ആകുന്നു. സത്യം, നാം ദൈവ മക്കൾ ആകുന്നു. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞു വരുമ്പോൾ വർണ്ണിച്ചാൽ തീരാത്തത്രയും ബിരുദങ്ങളാണ് ദൈവം നമുക്ക് നൽകിയത്. ഇനി ആ ബിരുദങ്ങൾക്ക് നാം യോഗ്യരാണ്, അർഹരാണ് എന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നീട് ഈ ജീവിതയാത്രയിൽ വരുന്ന പരീക്ഷകളും പരീക്ഷയുടെ പരമ്പരകളും പാസ്സാകണം നമ്മൾ. അപ്പോഴാണ് നാം ഈ വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമായി ലഭിച്ച ബിരുദത്തിന് യോഗ്യരായി തന്നെയാണ് ഇരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെടുന്നത്. ഇത് തെളിയിക്കുന്നതിൽ നാം പരാജയപ്പെട്ടു പോയാൽ നമുക്ക് ലഭിച്ച ബിരുദം നാം തന്നെ അന്യവൽക്കരിക്കുകയാണ്, അല്ലെങ്കിൽ നിഷേധിക്കുകയാണ്. നമുക്ക് ലഭിച്ച പദവി നാം ദുർബലപ്പെടുത്തിക്കൂടാ എന്ന് ദൈവവചനം നമ്മളെ ശക്തമായി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവിനെക്കുറിച്ച് ദൈവം ഒരു സർട്ടിഫിക്കറ്റ്, ആദ്യം ഒരു ബിരുദം അവന് നൽകി. അബ്രഹാം എൻ്റെ പ്രാണസ്നേഹിതനാണ്, അവൻ എൻ്റെ പ്രാണസ്നേഹിതനാണ്. ദൈവത്തോടുള്ള അളന്നെടുക്കാനാകാത്ത ആ മഹാസ്നേഹം അബ്രഹാമിൽ ധാരാളമായി നിറഞ്ഞു നിന്നതാണ്. എന്നാൽ ആ സ്നേഹം അന്ത്യം വരെയും അബ്രഹാമിന് തെളിയിക്കേണ്ടതായിട്ട് വന്നു. പിന്നെ പരീക്ഷകൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലുണ്ടാകുന്നുണ്ട്. അബ്രഹാം നേരിട്ട പരീക്ഷകളിൽ ഏറ്റവും വലിയ പരീക്ഷ അത് ഇസഹാക്കിനെ യാഗം കഴിപ്പാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോഴുണ്ടായ പരീക്ഷയാണ്. ആ പരീക്ഷയിലേക്ക് അബ്രഹാമിനെ എത്തിച്ച സംഗതി മുൻപ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്നേഹിതനായിരുന്ന അബ്രഹാം ദൈവം കൊടുത്ത മകനു വേണ്ടി ദൈവത്തിന് കൊടുത്തിരുന്ന സ്നേഹത്തെ പകുത്തു നൽകിയപ്പോൾ സ്വാഭാവികമായും ദൈവത്തോടുണ്ടായിരുന്ന സ്നേഹം ഇസഹാക്കിലേക്ക് വകമാറ്റിയപ്പോൾ
ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഇസഹാക്ക് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇടം പിടിച്ചപ്പോൾ ദൈവം ആവശ്യപ്പെടുകയാണ്, അബ്രഹാമേ, നീ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ തെളിയിക്കണം. അത് അബ്രഹാമിൻ്റെ ബാധ്യതയായി മാറുകയാണ്. അവിടെ മുതൽ അബ്രഹാം വലിയ പരീക്ഷകൾ നേരിടുകയാണ്. ആ പരീക്ഷയിൽ അബ്രഹാം വളരെ സാമർഥ്യത്തോടെ ജയിച്ചതായിട്ടാണ് നാം കാണുന്നത്. വലിയ പരീക്ഷയായിരുന്നു, സ്വന്തം മകനെ ഹോമയാഗം കഴിപ്പാനുള്ള പരീക്ഷ. ഈ പരീക്ഷയിൽ നിന്ന് അബ്രഹാം പിന്മാറിയില്ല, തോൽവി സമ്മതിച്ചില്ല, ബിരുദം വേണ്ടെന്ന് പറഞ്ഞില്ല. അബ്രഹാം പറഞ്ഞു, ദൈവമേ, നീ തന്ന സർട്ടിഫിക്കറ്റിൽ ഉള്ളതുപോലെ ഞാൻ നിൻ്റെ സ്നേഹിതൻ തന്നെയാണ്. എനിക്ക് നിന്നേക്കാൾ വലുതൊന്നും ലോകത്തില്ല. എൻ്റെ മകനെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷേ അത് നിന്നോളമല്ല, നിന്നേക്കാളുമല്ല. നിന്നോടുള്ള സ്നേഹവും എൻ്റെ മകനോടുള്ള സ്നേഹവും ഒരുമിച്ച് പോകുന്നില്ലെങ്കിൽ മകനെ ഞാൻ ബലി കഴിച്ചുകൊണ്ട് നിന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്താം. ദൈവത്തെക്കാളധികം മറ്റെന്തിനെയെങ്കിലും സ്നേഹിക്കുന്ന ഒരാൾ ദൈവം നൽകിയ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നിഷേധിക്കുകയാണ്. ദൈവം പറയുന്നു, നീ ആയതിനെ യാഗം കഴിച്ചുകൊണ്ട് എന്നോടുള്ള സ്നേഹം വെളിപ്പെടുത്തുക. ദൈവം തന്ന മുഖാന്തരങ്ങളാണ് പലപ്പോഴും ദൈവത്തോടുള്ള സ്നേഹത്തിന് വിഘാതമാകുന്നത്, ദൈവം തന്ന സർട്ടിഫിക്കറ്റിനെ ദുർബലപ്പെടുത്തുന്നത്. അബ്രഹാം പിതാവ് ചെയ്തതുപോലെ ചെയ്യുമ്പോഴാണ് നമ്മളും അബ്രഹാമിൻ്റെ സന്തതികളാകുന്നത്, അങ്ങനെ ആ സർട്ടിഫിക്കറ്റിന് അർഹരാകുന്നത്. ഇതല്ലേ സക്കായി ചെയ്തത്? സക്കായി ഒരു ദ്രവ്യാഗ്രഹിയായ മനുഷ്യനായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ്റെ അപ്പനേക്കാളധികം, അമ്മയേക്കാളധികം, തൻ്റെ മതത്തെക്കാളധികം, തൻ്റെ കൂടപ്പിറപ്പുകളെക്കാളധികം, ലോകത്തുള്ള എന്തിനേക്കാളും അധികം പണത്തെ സ്നേഹിച്ചു. ഒരളവ് വരെ പറഞ്ഞാൽ അവൻ പണത്തെ ആരാധിച്ചു. എന്നാൽ യേശുക്രിസ്തു അവൻ്റെ അതിഥിയാകാനായിട്ട് തീരുമാനിച്ചു. കർത്താവ് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ വീട്ടിൽ ഇന്ന് അത്താഴമുണ്ണാൻ വരികയാണ്. ആ മനുഷ്യൻ നടുങ്ങിപ്പോയി. ലോകത്ത് ആർക്കും കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത നീച പാപിയെന്ന് മുദ്ര കുത്തപ്പെട്ട തൻ്റെ വീട്ടിൽ അതിഥിയാകുവാൻ ഈ പരിശുദ്ധൻ എഴുന്നള്ളി വരുന്നു, ഈ കരുണാമയൻ എഴുന്നള്ളി വരുന്നു. ഈ ചാൻസ് നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതിൽ വലിയ ഒരു അനുഗ്രഹം വേറെയില്ല, ഇതിൽ വലിയ ഒരു നേട്ടം വേറെയില്ല, ഇതിലും വലിയൊരു സർട്ടിഫിക്കറ്റ് വേറെയില്ല. അതിന് ഞാൻ യോഗ്യനാകണം. ആളുകളുടെ പെറുപെറുപ്പ് കേട്ടിട്ട് സക്കായി തെരുവിൽ നിന്ന് ഡിക്ലെയർ ചെയ്യുകയാണ്, സമ്പത്തായിരുന്നു എൻ്റെ വിഗ്രഹം, സമ്പത്തായിരുന്നു ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ തടഞ്ഞത്, സമ്പത്തായിരുന്നു എൻ്റെ ദൈവം. അതെല്ലാം ഞാൻ ഇവിടെ വെച്ച് ഉപേക്ഷിക്കുകയാണ്. സാധുക്കൾക്ക് പാതി കൊടുക്കും, അന്യായമായി വാങ്ങിയിട്ടുള്ളവർക്കൊക്കെ 4 മടങ്ങ് കൊടുക്കും. ഞാൻ എന്നെ പൂർവ്വസ്ഥിതിയിൽ മടക്കിക്കൊണ്ടുവരും. എന്നിട്ട് എല്ലാറ്റിനും മുകളിൽ എൻ്റെ സർവ്വസമ്പത്തായി ഈ കാരുണ്യവാനെ ഞാൻ സ്വീകരിക്കും. അവൻ്റെ ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കുക, ഇവനും അബ്രഹാമിൻ്റെ സന്തതി. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആ വലിയ സർട്ടിഫിക്കറ്റിന് അപ്പോൾ സക്കായി യോഗ്യനായി തീർന്നത്? അവൻ പരീക്ഷ പാസ്സായി. മുൻപേ അവൻ അബ്രഹാമിൻ്റെ സന്തതിയായിരുന്നു, എന്നാൽ അവൻ ആ സർട്ടിഫിക്കറ്റ് ദുർബലപ്പെടുത്തി. അവൻ പരീക്ഷ ജയിച്ചപ്പോൾ ആ സർട്ടിഫിക്കറ്റിന് അവൻ അർഹനായി. അബ്രഹാമിൻ്റെ പ്രവൃത്തിയാണ് ഇവിടെ സക്കായിയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ആ വലിയ സർട്ടിഫിക്കറ്റിന് അവൻ അർഹനായി തീർന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇതിന് സമാനമായി സക്കായിക്ക് തുല്യം ആരാധനാമൂർത്തികളായി പലതുമില്ലേ പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ സക്കായിക്ക് തുല്യം ആരാധനാമൂർത്തികളായി പലതും നമ്മുടെ ജീവിതത്തിലില്ലേ? മക്കളാകാം, ലൗകിക സമ്പത്താകാം, മറ്റ് നേട്ടങ്ങളാകാം, സ്ഥാനമാന മഹിമാ മഹത്വങ്ങളാകാം. ഇവയിൽ ഏതെങ്കിലും ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, ദൈവം തന്ന സർട്ടിഫിക്കറ്റിൽ നിന്ന് നമ്മെ അന്യപ്പെടുത്തുന്നുവെങ്കിൽ നാം അത് തിരികെ പ്രാപിപ്പാൻ, അല്ലെങ്കിൽ അതിന് അർഹരാണെന്ന് തെളിയിപ്പാൻ നമുക്ക് ബാധ്യതയുണ്ട്. അപ്പോസ്തലന്മാരെ കർത്താവ് വിളിച്ചു, തൻ്റെ അപ്പോസ്തലന്മാരായി അഭിഷേകം ചെയ്തു. അവർക്ക് വലിയ പദവികളും അധികാരങ്ങളും കർത്താവ് കൽപ്പിച്ച് നൽകി. എന്നാൽ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ, അയക്കപ്പെട്ടവർ, ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങളെ ന്യായം വിധിപ്പാൻ അധികാരം നൽകപ്പെട്ടവർ, അതിന് അവർ യോഗ്യരാണെന്ന് പിന്നീടാണ് അവർ തെളിയിക്കേണ്ടി വന്നത്. പിന്നീടാണ് പരീക്ഷകൾ പാസ്സാകേണ്ടി വന്നത്. എന്തുമാത്രം പീഡന പരമ്പരകളാണ് അപ്പോസ്തലന്മാരുടെ ജീവിതത്തിൽ തുടർന്ന് ഉണ്ടായത്. അവരെന്തുമാത്രം അടികളാണ് ഏൽക്കേണ്ടി വന്നത്. എത്ര പ്രാവശ്യമാണ് മൃഗയുദ്ധം ചെയ്യേണ്ടി വന്നത്. എത്ര വട്ടമാണ് അതിൽ പലരും നാട് കടത്തപ്പെട്ടത്. എന്തുമാത്രം ഹീനമായ മർദ്ദന മുറകൾക്കാണ് അവർ വിധേയരായത്. അതിൽ പലരും രക്തമൂറ്റിക്കൊണ്ട് പ്രാണൻ വെച്ചുകൊണ്ടാണ് ആ പരീക്ഷ പാസ്സായത്. അവർ പലരും വിശുദ്ധ സഹോദരന്മാരുടെ ഗണത്തിൽ മുമ്പന്മാരായി തീർന്നു. പ്രിയപ്പെട്ടവരെ, കർത്താവ് സർട്ടിഫിക്കറ്റ് നൽകി നമ്മെ ആക്കി വച്ചിടത്ത്
നമ്മൾ ആ സർട്ടിഫിക്കറ്റിന് യോഗ്യരാണെന്ന് തെളിയിക്കണം. ഈ നാളുകളിൽ കഷ്ടതകൾ വേണ്ട, ദുരിതങ്ങൾ വേണ്ട, വേദനകൾ വേണ്ട, ഭാരങ്ങൾ വേണ്ട എന്ന് ദൈവസന്നിധിയിൽ നിലവിളിക്കുന്ന ആളുകളോടാണ് ദൈവം ഇന്ന് സംസാരിക്കുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള സർട്ടിഫിക്കറ്റിന് യോഗ്യരാണ് നിങ്ങൾ എന്ന് ഇനിയുള്ള നാളുകളിൽ നിങ്ങൾ തെളിയിക്കേണ്ടിയിരിക്കുന്നു. അതിന് പരീക്ഷ പാസ്സാകേണ്ടതുണ്ട്. പരീക്ഷ പാസ്സാകാൻ നിങ്ങൾ മനഃപൂർവ്വം നിങ്ങളെ തന്നെ ഒരുക്കുക. കർത്താവേ, എനിക്ക് സഹിക്കാൻ വയ്യ, ഞാൻ മരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഭേദം ഈ പരീക്ഷ ജയിക്കാൻ തീരുമാനിക്കുന്നതാണ്. മരിച്ചാലും പരീക്ഷ ജയിച്ച സർട്ടിഫിക്കറ്റിന് യോഗ്യരാണെന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ജീവിതത്തിൽ സംഘർഷങ്ങളും വേദനകളും തിരസ്കരണങ്ങളും ഒറ്റപ്പെടലുകളും വേട്ടയാടപ്പെടലുകളും രോഗപീഠകളും മറ്റ് അസ്വസ്ഥതകളും വന്ന് നിറയുമ്പോൾ ഇതെല്ലാം എൻ്റെ വിശ്വാസ പരിശോധന, എനിക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിന് ഞാൻ യോഗ്യനാണെന്ന് തെളിയിക്കാനുള്ള ഒരു വ്യക്തമായ പരീക്ഷയാണ് എന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിജയം നാം നിർണയിക്കുന്നത്. അതോ നാം പരാജയപ്പെടുന്നുവോ എന്ന് നാം വിലയിരുത്തേണ്ടത്. അവിടെയാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞ വാചകം വീണ്ടും നമ്മുടെ ചിന്തയ്ക്ക് വിഷയമാകേണ്ടത്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഇപ്പോൾ കർത്താവ് സർട്ടിഫിക്കറ്റ് നൽകി, നാളെ കിരീടവും നൽകുമെന്നാണ് പറയുന്നത്. വിളിക്കപ്പെട്ടവർ എന്ന നിലയിൽ, വേർതിരിക്കപ്പെട്ടവർ എന്ന നിലയിൽ, അഭിഷേകം ചെയ്യപ്പെട്ടവർ എന്ന നിലയിൽ, വീണ്ടും ജനനം പ്രാപിച്ചവർ എന്ന നിലയിൽ, പുത്രത്വം പ്രാപിച്ചവർ എന്ന നിലയിൽ നാം എത്രമാത്രം വിലപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ലഭ്യമായ വിലയ്ക്കൊത്തവണ്ണം നാം നമ്മുടെ ജീവിതത്തെ വ്യക്തമായി വെളിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഇപ്രകാരം പരീക്ഷകൾ സഹിക്കേണ്ടി വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നു, അയ്യോ ഇത് കഠിനമാണ്, ഞാനിതെങ്ങനെ സഹിക്കും? അത് സഹിക്കുവാനുള്ള മാർഗം ക്രൂശിലേക്ക് നോക്കുക എന്നുള്ളതാണ്. മശിഹായുടെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന നാളുകൾ, അപ്പോൾ നാം ക്രൂശിലേക്കാണ് നോക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, വ്യക്തമായിട്ട് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. 12-ാം അധ്യായത്തിൽ 3 മുതലുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവീൻ. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ക്രൂശിലേക്കാണ് നോക്കേണ്ടത്. ഈ ജീവിത പരീക്ഷകൾ നേരിടുന്ന ഏതു വ്യക്തിയും ക്രൂശിലേക്കാണ് നോക്കേണ്ടത്. അംഗപ്രത്യംഗം മുറിവ് ഏൽപ്പിക്കപ്പെട്ടിട്ടും ക്ഷോഭിക്കാത്തവനായി, രൂപഗുണം നഷ്ടപ്പെട്ടവനായി, പറിച്ച് കീറപ്പെട്ടവനായി, പ്രിയപ്പെട്ടവരെ ശിരസ് മുതൽ പാദം വരെ മുറിവേറ്റവനായി, ക്രൂശിൽ നഗ്നനായി കിടക്കുന്ന കർത്താവ് അക്ഷോഭ്യനാണ്. അപ്പോഴും അവൻ്റെ ഉള്ളിലുള്ള ഏക വ്യഥ ലോകം മുഴുവനും രക്ഷപ്പെടണമേ എന്നുള്ളതാണ്. ആരും വഴുതി പോകല്ലേ എന്നുള്ള അവൻ്റെ മോഹമാണ്. മിശിഹായുടെ ആഗ്രഹമാണ് അവിടെ വലുത് എന്ന് തിരിച്ചറിയുക. തുടർന്ന് പറയുന്നു, പാപത്തോട് പോരാടുന്നതിൽ, പരീക്ഷകളിൽ പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ അത് കർത്താവ് അറിയാതെ വരുന്നതാണെന്ന് വിചാരിക്കരുത്. ഇവിടെ വ്യക്തമായി പറയുന്നു, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷിയുകയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏതു മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? അപ്പോൾ ഇത് ശരിക്കും ദൈവം തരുന്ന പരീക്ഷയാണ് എന്ന് തിരിച്ചറിയുക. ഈ പരീക്ഷകളിൽ നാം യോഗ്യരാണെന്ന് തെളിയിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നീതിമാനും ഭാഗ്യവാനുമായ ഇയ്യോബ് അത് വ്യക്തമായി തെളിയിച്ചു. എൻ്റെ ദൈവം, അതല്ലേ ഇയ്യോബ് പറഞ്ഞത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി തന്നെ കാത്തിരിക്കുമെന്ന്. ദൈവം കൊടുത്ത സർട്ടിഫിക്കറ്റിന് താൻ യോഗ്യനാണെന്ന് ഇയ്യോബ് അടിവരയിട്ട് തെളിയിച്ചതാണ് കണ്ടത്. വീണ്ടും അബ്രഹാം പിതാവ് അത് തന്നെയല്ലേ ചെയ്തത്? വലിയ പരീക്ഷയല്ലേ എഴുതേണ്ടി വന്നത്? തൻ്റെ മകനെ കഴുത്തു മുറിച്ച് രക്തമൊഴുക്കി ഹോമയാഗപീഠത്തിൽ കത്തിക്കണം. അബ്രഹാം അതിന് തയ്യാറാകുമ്പോൾ
എൻ്റെ ദൈവം എന്നെ എത്ര വലിയ അളവിൽ പരീക്ഷിച്ചാലും ഞാൻ ആ പരീക്ഷ ജയിച്ച് അവൻ തന്ന ബിരുദത്തിന്, അവൻ തന്ന സർട്ടിഫിക്കറ്റിന് ഞാൻ അർഹനാണെന്ന് ഞാൻ തെളിയിക്കും എന്ന് തന്നെയാണ് അബ്രഹാമിൻ്റെ സാക്ഷ്യം. ഇത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ അപ്പോസ്തലന്മാരും സാക്ഷിച്ചത്, വെളിപ്പെടുത്തിയത്. നമ്മുടെ ക്രൈസ്തവ ജീവിതം പരീക്ഷാ പരമ്പരകളിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് ദൈവം തന്ന ആ വലിയ സർട്ടിഫിക്കറ്റിന് ഞാൻ അർഹനാണെന്ന് തെളിയിക്കുന്ന അനുഭവമാണത് എന്ന് ദൈവമക്കൾ കണ്ടെത്തിക്കൊള്ളണം. മടുത്തു പോകരുത് ആരും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുന്ന പലരും രോഗികളായിരിക്കാം. ചിലരെങ്കിലും രോഗശയ്യയിൽ കിടന്നുകൊണ്ടാണിത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിലർ ഒരു കാലത്ത് വളരെ പ്രതാപത്തിലും സമ്പന്നതയിലും വാണിട്ട് എല്ലാം കൈവിട്ടുപോയി ദരിദ്രരായി തീർന്നിട്ടുണ്ടാകാം. സമൂഹമധ്യത്തിൽ ഇനി എങ്ങനെ ഞാൻ ആളുകളുടെ മുഖത്ത് നോക്കുമെന്ന് ചിന്തിച്ചിട്ട് ചെറുതാകാൻ മനസ്സില്ലാത്തതുകൊണ്ട് മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടാകാം. ഉറ്റവരും ഉടയവരും കൈവിട്ടിട്ട് ജീവിതത്തിൽ ദുസ്സഹമായ മനോസംഘർഷങ്ങളിലെത്തിപ്പോയ പലരും ഇത് കേൾക്കുന്നുണ്ടാകാം. ജീവിതത്തിൽ അടിക്കടി നേരിടുന്ന പരാജയങ്ങളുടെ മധ്യത്തിൽ മനസ്സിടിഞ്ഞു പോയിട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന പലരും ഇത് കേൾക്കുന്നുണ്ടാകാം. ദൈവമക്കളെ, സാഹചര്യം എന്തു തന്നെയാകട്ടെ, എൻ്റെ ദൈവം എനിക്ക് തരുന്ന പരീക്ഷകളാണിത്. ഞാൻ ഈ പരീക്ഷകൾ പാസ്സാകണം. ഇതിൽ പതറിയാൽ, ഇതിൽ തളർന്നു പോയാൽ, ഇതിൽ നിരാശപ്പെട്ടാൽ, ഇവിടെ വെച്ച് ഞാൻ പിൻവാങ്ങിയാൽ എനിക്ക് ലഭിച്ച ബിരുദം ഞാൻ വലിച്ചെറിഞ്ഞു കളയുകയാണ്. പാടില്ല. എൻ്റെ പദവി അത്ര ശ്രേഷ്ഠമാണ്. ദൈവം എന്നെ വിളിച്ച നാളിൽ എനിക്ക് ബിരുദം തന്നതാണ്. അന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റിന് ഞാൻ അർഹനാണെന്ന് ഞാൻ തെളിയിക്കണം. ജീവിത പ്രയാണം ആർക്കും സുഖകരമല്ല, സുഗമമല്ല. പ്രാതികൂല്യങ്ങളുടെ പരമ്പരയാണ് ജീവിതം. അതുകൊണ്ട് മശിഹായുടെ പീഡാസഹനങ്ങളുടെ ഈ നാളുകളിൽ ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് മശിഹായുടെ പീഡാസഹനത്തോട് ചേർന്ന് പീഡകൾ സഹിച്ച് മശിഹായോട് അപ്പോൾ ഞാനും പങ്കാളിയായിത്തീരുന്നുവെന്ന് ഉള്ളത്തിൽ ഉറപ്പിച്ചും ആശ്വസിച്ചും ഈ സമയത്ത് കർത്താവ് എനിക്ക് നൽകിയ സർട്ടിഫിക്കറ്റിന് ഞാൻ അർഹനാണ് എന്ന് ഞാൻ ഈ പരീക്ഷകൾ സഹിക്കുന്നതിലൂടെ തെളിയിക്കുകയാണ് എന്ന് സ്വയം ബോധ്യപ്പെട്ടും ദൈവത്തെ ബോധ്യപ്പെടുത്തിയും ഒരു ദൈവ പൈതൽ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊള്ളണം. അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ആധ്യാത്മിക ജീവിതത്തിൽ വിജയം നേടേണ്ടത്. പരാജയപ്പെടുവാനല്ല, വിജയിക്കുവാനാണ് നാം വിളിക്കപ്പെട്ടിട്ടുള്ളത്. മറക്കരുത്. അതുകൊണ്ട് പരീക്ഷകൾ എത്ര ശക്തമാണെങ്കിലും അതിൽ തോറ്റുപോകുന്നവരാകരുത് നമ്മൾ. നിങ്ങൾ നേരിടുന്ന സംഘർഷങ്ങൾ, രോഗപീഠകൾ അത് എത്ര ഭീകരവും എത്ര ഭയാനകവുമാകട്ടെ, മുഖം വാടരുത്, കണ്ണിലെ തിളക്കം നഷ്ടപ്പെടരുത്, ഒട്ടും മടുത്തു പോകരുത്. കാരാഗ്രഹത്തിൻ്റെ അടിത്തട്ടിൽ കൈകാലുകൾ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് കിടന്നപ്പോഴും ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച അപ്പോസ്തലനായ പൗലോസും കൂട്ടുവേലക്കാരൻ ശീലാസും നമുക്ക് മാതൃകയാകട്ടെ. കല്ലേറ് കൊണ്ടപ്പോഴും ദൈവത്തെ സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തിക്കൊണ്ട് കല്ലെറിഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച സ്തെഫാനോസ് സഹദ നമുക്ക് മാതൃകയാകട്ടെ. പ്രിയപ്പെട്ടവരെ, കർത്താവിന് വേണ്ടി പീഡകൾ സഹിച്ചപ്പോൾ ഒട്ടും പതറാതെ, അല്പം പോലും വാട്ടം കൂടാതെ ആ പീഡാസഹനങ്ങളിൽ ഉറച്ചു നിന്ന സഹദന്മാരും അപ്പോസ്തലന്മാരും നമുക്ക് മാതൃകകളാകട്ടെ. അതുകൊണ്ട് മടുത്തു പോകരുത്, മടുത്തു പോകരുത്, മടുത്തു പോകരുത്. പിശാചിനിടം കൊടുക്കരുത്, നിരാശപ്പെട്ടു പോകരുത്, പിറുപിറുക്കുന്നവരാകരുത്, ദൈവത്തെ ചോദ്യം ചെയ്യുന്നവരാകരുത്. ലഭിച്ച സർട്ടിഫിക്കറ്റിന് യോഗ്യരാണെന്ന് തെളിയിപ്പാനുള്ള നല്ല സന്ദർഭമാണ് ഇത് എന്ന് തിരിച്ചറിയുക. ആകയാൽ പ്രിയ ദൈവമക്കളെ, ഈ ലോക ജീവിതത്തിൽ എത്ര വലിയ സംഘർഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിലും ഈ ദിനങ്ങൾ നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങളെ നമുക്ക് പുതിയ തലങ്ങളിലേക്ക് ഒന്ന് മാറ്റി കാണുവാനായിട്ട് കഴിയണം. അങ്ങനെ ഈ പരീക്ഷകളെല്ലാം എനിക്ക് എൻ്റെ ദൈവം തന്ന സർട്ടിഫിക്കറ്റിന് ഞാൻ യോഗ്യനാണെന്ന് തെളിയിപ്പാനുള്ള അവസരമാണ് എന്ന് ബോധ്യപ്പെട്ടുകൊള്ളണം. തളർന്നു പോകരുത് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആവർത്തിച്ച് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ, ആശ്വസിപ്പിക്കട്ടെ, ബലപ്പെടുത്തട്ടെ, എന്തും നേരിടാനുള്ള കരുത്ത് നമുക്ക് നൽകട്ടെ. വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാസമ്പൂർണനായ കർത്താവേ, അവിടുത്തെ പീഡാസഹനങ്ങളെ ധ്യാനിക്കുന്ന ഈ നാളുകളിൽ കർത്താവ് ഞങ്ങളോട് വളരെ വിശേഷപ്പെട്ട ഒരു ചിന്തയാണല്ലോ പങ്കിട്ടത്. ലോകത്തുള്ള ഏത് യൂണിവേഴ്സിറ്റികളിലും പരീക്ഷകൾ ജയിച്ച ശേഷം സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ കർത്താവിൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സർട്ടിഫിക്കറ്റ് ആദ്യം നൽകുന്നു. പിന്നെ ആ സർട്ടിഫിക്കറ്റിന് യോഗ്യയാണെന്ന് തെളിയിപ്പാൻ നിരന്തരം വരുന്ന പരീക്ഷകളെല്ലാം പാസ്സാകേണ്ടിയിരിക്കുന്നു.
ഞങ്ങൾക്ക് ആ വലിയ യാഥാർത്ഥ്യം പറഞ്ഞു തന്നതിനാൽ, പകർന്നു തന്നതിനാൽ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ നേരിടുന്ന ഏത് പരീക്ഷകളും ഞങ്ങൾക്ക് ലഭിച്ച സർട്ടിഫിക്കറ്റിന് ഞങ്ങൾ യോഗ്യരാണെന്ന് തെളിയിപ്പാനുള്ള അവസരമാണ്. പതറിപ്പോകാതെ, തളർന്നു പോകാതെ, താളടിയായി പോകാതെ, മെസ്സിഹാ തമ്പുരാൻ ക്രൂശിൽ സഹിച്ച പീഡനങ്ങളെ നോക്കി കർത്താവിനോട് ചേർന്ന് സഹിക്കുന്നുവെന്ന ഉറപ്പോടെ, കർത്താവിനോടൊപ്പമാകാൻ ഞാനും ഇത് സഹിക്കുന്നു എന്ന ഉറപ്പോടെ, കർത്താവെ, ജീവിത പരീക്ഷകളെ നേരിടാൻ ഞങ്ങൾക്ക് കൃപ തരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ കൃപ, അവിടുത്തെ ബലം നിരന്തരം ഞങ്ങളെ നയിക്കുമാറാകണം. നല്ല ദൈവമേ, പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും ഏകജാതനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.